എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ഭവനവും ജീവിതവും എപ്രകാരം സംരക്ഷിക്കപ്പെടും എന്നതിനുദാഹരണമാണ് ഈ ജീവിതം. എൻ്റെ പേര് വത്സമ്മ ജോസഫ്, വീട്ടുപേര് കാട്ടടി. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുന്നന്താനം ഇടവകയിൽ ആണ് ഞാൻ താമസിക്കുന്നത്. മാന്താനം എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ വഴിയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് അമ്മ തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാനും അതുപോലെ വചനം വായിക്കുവാനും മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനും അതുപോലെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുറവുകളും എൻ്റെ ആത്മാവിൻ്റെ കുറവുകളൊക്കെ കണ്ടെത്തി അതൊക്കെ മാറ്റുവാനും ഒക്കെ അമ്മ എന്നെ ഏറെ സഹായിച്ചു. കടന്നു വന്ന വഴികളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ കരം ദർശിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിതം ക്രമീകരിച്ചതിൻ്റെ ആനന്ദകരമായ ഓർമ്മകൾ വത്സമ്മ ജോസഫ് പങ്കുവെക്കുകയാണിവിടെ. ഞാൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു ചെറുപ്പകാലം മുതൽ തന്നെ. എങ്കിലും അന്നൊക്കെ പരിശുദ്ധ അമ്മയോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നുള്ള വലിയ ബോധ്യം പിന്നീട് എനിക്കുണ്ടായി. ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അമ്മ മാതാവ് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അർത്ഥമൊന്നും അറിയത്തില്ലായിരുന്നുവെങ്കിലും ഞാൻ ജപമാല ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഉരുവിടുമായിരുന്നു, വെറുതെ അങ്ങനെ ഉരുവിട്ടുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടി, ഞാനൊരു നല്ല നിലയിലാവുമെന്ന്. അമ്മയൊക്കെ അന്ന് എന്നെ സഹായിച്ചു. ഞാൻ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുവാനായിട്ട് അമ്മ എന്നെ സഹായിച്ചു. ഞാൻ അതിനുവേണ്ടി സ്വന്തം സ്ഥലം തന്നെ വിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി പഠിക്കാനായിട്ട് എനിക്ക് ഇടവന്നു. അന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ മാതാവ്, ഞാൻ തീരെ പുറകോട്ടാണല്ലോ, എനിക്ക് ഇംഗ്ലീഷോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു പരിജ്ഞാനവുമില്ല, അമ്മ എന്നെ പഠിപ്പിക്കണമേ എന്ന് മാത്രം ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പരീക്ഷാ സമയം ഞാൻ ഓർത്തു പോവുകയാണ്. ആ സമയത്ത് എനിക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം വരികയും അതിന് ഉത്തരം എഴുതുകയും ചെയ്തു. ഞാൻ ഇൻറ്റേണിലും ഔട്ട്ഡോറിലും എല്ലാം ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ പാസ്സായി. ഞാൻ തിരിച്ച് കേരളത്തിൽ വന്ന് ഞാൻ ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ ഈ കേരളത്തിൽ ആ ജോലിയുടെ ഓർഡർ ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ അമ്മയോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എന്നെ പഠിപ്പിക്കാൻ അമ്മ സഹായിച്ചല്ലോ, എന്നെ ജോലിയിലും അമ്മ സഹായിക്കണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 മാസത്തിന് ശേഷം ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള മാടപ്പള്ളി എന്ന സ്ഥലത്ത് ഞാൻ ജോലിക്ക് കയറുമ്പോൾ ആ 3 മാസത്തിന് ശേഷം എനിക്ക് മാത്രമായിട്ട് അമ്മ ഒരു ഓർഡർ ഇറക്കി. ആ ഓർഡർ പ്രകാരം എനിക്ക് ശമ്പളം കിട്ടുകയും അതോടുകൂടി എൻ്റെ കൂടെ പഠിച്ചിരുന്ന മറ്റെല്ലാ കുട്ടികൾക്കും അമ്മ ആ വലിയ സഹായത്തിൻ്റെ പുറത്ത് അവർക്കെല്ലാവർക്കും ജോലി ലഭിക്കുവാനും ഇടയായി. അങ്ങനെ എൻ്റെ ജോലി മേഖലകളൊക്കെ വളരെ സന്തോഷമായി പോകുന്ന കാലഘട്ടങ്ങളിലാണ് എനിക്കൊരു കുടുംബജീവിതം തരുവാനായിട്ട് അമ്മ ആഗ്രഹിച്ചത്. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ വേണമേ എൻ്റെ കുടുംബജീവിതത്തിൽ കൊണ്ടുതരാനെന്ന്. അപ്പോഴൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നത് ലൗകികപരമായ കാര്യങ്ങളിലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഭർത്താവുമായിട്ട് ഒന്നിച്ച് സിനിമയ്ക്ക് പോകുന്നതും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതും സ്കൂട്ടറിൽ പോകുന്നതും കാറിൽ പോകുന്നതും ഒക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് ഇരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ഇങ്ങനെ കല്യാണാലോചന വരികയും അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അമ്മ എന്നെ സ്നേഹിക്കുന്ന നല്ല ഹൃദയവിശാലതയുള്ളൊരു ഭർത്താവിനെ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഈ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഉദ്ദേശിക്കുന്ന തലങ്ങളിലൂടെയല്ല പോകേണ്ടതെന്ന്. ദൈവം വിചാരിക്കുന്ന തലങ്ങളിലൂടെ, അമ്മയും ഈശോയും ആഗ്രഹിക്കുന്ന തലങ്ങളിലൂടെ ഈ കുടുംബത്തെ നയിക്കണമെന്ന് വളരെ ഒരു വലിയ ബോധ്യം എനിക്ക് തന്നു. ഞാൻ വന്നു കയറുമ്പോൾ ഈ കുടുംബത്ത് അപ്പനും അമ്മയുമില്ല. എൻ്റെ ഹസ്ബൻഡായിരുന്നു മൂത്തയാൾ. അപ്പോൾ പുള്ളിയിലൂടെ ആയിരുന്നു ഈ ചുമതലകളെല്ലാം നിറവേറ്റേണ്ടിയിരുന്നത്. ബാക്കിയെല്ലാം സഹോദരങ്ങൾ, അതിന് താഴെയുള്ള 6 സഹോദരങ്ങൾ, അവരെല്ലാവരും പഠിക്കുകയും എന്ന കാലഘട്ടങ്ങളായിരുന്നു. അപ്പോൾ അവരുടെ വിവാഹം, പഠനം,
ജോലി മേഖലകൾ എല്ലാം എൻ്റെ ഭർത്താവിലൂടെ വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പ്രാർത്ഥിച്ചു. അമ്മേ മാതാവ് എന്നെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചു. എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ജപമാല ഞാൻ ചൊല്ലുമായിരുന്നു. അമ്മേ മാതാവേ, ചിലപ്പോഴൊക്കെ എനിക്കും വളരെ വിഷമതകളുണ്ടാകുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുടുംബജീവിതമല്ലേ, പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മേ മാതാവേ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല നിലയിൽ ഞാൻ അവർക്കൊരു നല്ല അമ്മയായിട്ട്, നല്ലൊരു ജ്യേഷ്ഠത്തിയായിട്ട്, നല്ലൊരു സഹോദരിയായിട്ട് ഇവരെയൊക്കെ നല്ല നിലയിൽ എത്തിക്കുവാനായിട്ട് അമ്മ എന്നെ സഹായിക്കണമേ എന്ന് അതിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അമ്മ ഇടപെട്ടുകൊണ്ട് ആ സമയങ്ങളിലായിരുന്നു ഞങ്ങളുടെ സാമ്പത്തികപരമായിട്ട് വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന കാലഘട്ടങ്ങളാണ്. എൻ്റെ ശമ്പളം, ഹസ്ബൻഡിൻ്റെ ശമ്പളം ഇതുകൊണ്ടൊന്നും എല്ലാവരിലെയും ഒന്നും എത്തപ്പെടാൻ സാധിക്കില്ല എങ്കിലും ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും അതുപോലെ തന്നെ പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് ഞാൻ ആരെയും പുറത്താക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അമ്മയെ മാതാവ് അതിനായിട്ട് പ്രത്യേകം എന്നെ സഹായിച്ചു. ഭർത്താവും 2 മക്കളുമടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ ആവശ്യ നേരങ്ങളിൽ പരിശുദ്ധ അമ്മ തുണയായി മാറി. ഭർത്താവിൻ്റെ അസുഖങ്ങളിലും മക്കളുടെ ഭാവിയിലും ഇവരെ നയിച്ചത് ഈ കുടുംബത്തിൻ്റെ ആശ്രയമായ പരിശുദ്ധ അമ്മയാണ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. അവരുടെ പഠന മേഖലകളിലും മാതാവ് വളരെയേറെ സഹായിച്ചു ഞങ്ങളെ. സാമ്പത്തികപരമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ കാലഘട്ടങ്ങളിലും ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങൾ പൂർത്തിയാക്കുവാനും അവർക്കൊരു നല്ല ഭാവി ജീവിതം ഉണ്ടാകുവാനുമായിട്ട് അമ്മ സഹായിക്കണമേ എന്ന് മോളോടും ഞാൻ പറയുമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ അവളും മാതാവിനോട് വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയങ്ങളിൽ കിട്ടിയൊരു നല്ലൊരു സന്ദേശമായിരുന്നു ഞങ്ങളെ കൂടുതലായിട്ടും മാതാവിലേക്ക് അടുപ്പിക്കാനായിട്ട് സഹായിച്ചത്. ഞാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. നീ എന്നോടുകൂടി ചേർന്ന് നിൽക്കുക, ഞാൻ നിന്നോടുകൂടിയും ചേർന്ന് നിൽക്കാം. നീ എനിക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാണെങ്കിൽ ഞാൻ നിന്നെ ഉന്നതങ്ങളിൽ എത്തിക്കാമെന്ന്. അവളുടെ പഠനം ബാംഗ്ലൂർ ക്രിസ്ത്യാനി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മാതാവ് ആ ജപമാലയൊക്കെ ചെല്ലുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ വളരെയേറെ, അവളെയും ഞങ്ങളെയും ഒക്കെ വളരെയേറെ സഹായിച്ചുകൊണ്ടിരുന്നു. പഠനം പൂർത്തിയായപ്പോൾ ഏറ്റവും നല്ല ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് എന്നുള്ള അവാർഡും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ജയിച്ച കുട്ടി എന്നുള്ള അവാർഡും അവൾക്ക് ലഭിക്കുകയുണ്ടായി. നല്ലൊരു ജോലിയും അവൾക്ക് കൊടുത്ത് മാതാവ് അവളെ സഹായിച്ചു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ഭർത്താവിൻ്റെ രോഗസമയത്ത് വളരെയധികം വിഷമിച്ച് ഞങ്ങൾ വളരെ വലിയൊരു ഓപ്പറേഷൻ വേണമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ സാമ്പത്തികം എങ്ങനെ നമ്മൾ ക്രമീകരിക്കുമെന്ന് ആ സമയത്തും ഞങ്ങൾ പറയുമായിരുന്നു. അമ്മയും ഈശോയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, മാതാവ് വളരെയധികം അത്ഭുതങ്ങൾ ചെയ്യും, നമ്മളെ ആ സമയത്ത് സഹായിക്കുമെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും അതിനു മുമ്പായി തന്നെ ഞങ്ങളുടെ സഹോദരങ്ങളും എല്ലാം പണങ്ങൾ എല്ലാം ക്രമീകരിക്കുകയും ഡെപ്പോസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ആ സമയത്ത് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എങ്കിലും ആ സമയത്തും ഞങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത്, ഈ പൈസയൊക്കെ ഞങ്ങൾക്ക് ക്രമീകരിച്ച് അമ്മ തന്നപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് ഇതാണ്: ഞങ്ങൾ വിവാഹ സമയത്തെടുത്ത ആ വാഗ്ദാനം, നിൻ്റെ ആവശ്യ നേരങ്ങളിൽ നിരവധി ആത്മാക്കൾ നിൻ്റെ സഹായത്തിന് ഉണ്ടാവട്ടെ എന്ന് ആ വലിയ വചനം അവിടെ നിറവേറുകയായിരുന്നു. തീർച്ചയായും ഞങ്ങൾക്കത് വലിയൊരു അനുഭവമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും മാതാവ് വളരെ ക്രമീകരിച്ചു. ഓപ്പറേഷൻ സക്സസ്ഫുള്ളായി എങ്കിലും ഞങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ വേർപെട്ട് പോയി എങ്കിലും ഞങ്ങൾക്ക് എന്നാലും ആ ഭക്തിയോ അല്ലെങ്കിൽ മാതാവിനോടുള്ള ഭക്തിക്ക് ഒരു കുറവോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാം ഞങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് കാഴ്ചവെക്കുകയും എല്ലാം ആ സഹനങ്ങളുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അനേകം ആത്മാക്കളെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി നേടണമെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സമയങ്ങളിലെല്ലാം മാതാവിനോട് വളരെയധികം ഭക്തിയോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മേ മാതാവേ, ഇനിയുള്ള ജീവിതം ആ സ്വർഗത്തിലെത്താൻ തക്ക വിധത്തിൽ എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന്. അതോടുകൂടി ഞങ്ങളുടെ സാമ്പത്തിക മേഖലകൾ പിന്നീട് ഞങ്ങൾക്കൊരു ഈ കാണുന്ന വീടല്ല, ഇതിനു മുമ്പ് ഒരു ചെറിയ വീടായിരുന്നു ഞങ്ങളുടേത്. ആ ചെറിയ വീട്ടിൽ താമസിക്കുമ്പോഴും ഞാൻ പറയുമായിരുന്നു, അമ്മേ മാതാവേ, വീടിൻ്റെ വലിപ്പമല്ല, ഞങ്ങൾക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കി തരണമേ എന്ന്. അപ്പോഴൊക്കെ മാതാവ് എനിക്കൊരു സന്ദേശമായിട്ട് എൻ്റെ മനസ്സിൽ പറയുമായിരുന്നു, നിനക്ക് ഞാൻ നിൻ്റെ ഈ പൂർവ്വസ്ഥിതിയേക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം, നിനക്ക് ഞാൻ നല്ലൊരു വീട് തന്ന് നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അമ്മ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായി.
ഞാൻ അതിനുവേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പണിക്കാരെയും പണിയായുധങ്ങളെയും എഞ്ചിനീയറെയും കോൺട്രാക്ടറെയും എല്ലാം ഞാൻ സമർപ്പിച്ചു. ഓരോ ചെറിയ വ്യക്തിയെയും വലിയ വ്യക്തിയെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് മനോഹരമായൊരു വീട് അമ്മ ഒരുക്കി തന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് നന്ദിയും കടപ്പാടും അമ്മയോട് ഞാനൊന്നും പറയും ഞങ്ങൾക്ക് വാക്കുകളിലോ നാവിലോ ഒന്നും തീർത്താൽ തീരാത്ത വലിയൊരു കടപ്പാടാണ് അമ്മേ മാതാവേ ഞങ്ങൾക്ക് ചെയ്തു തന്നതെന്ന് വലിയ നന്ദിയോടെ ഞാൻ എന്നും അത് ഓർക്കും. എന്നും ഞാൻ അമ്മയുടെ മുമ്പിൽ പോയി നിന്ന് ഞാൻ പറയും, എനിക്ക് തന്ന വലിയ അനുഗ്രഹങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണമേ എന്ന്. ആത്മീയ ജീവിതത്തിൽ വളരുവാൻ പരിശുദ്ധ അമ്മയാണ് ഇവരെ സഹായിച്ചത്. ഈശോയിലേക്ക് അടുക്കുവാനുള്ള എളുപ്പവഴി പരിശുദ്ധ അമ്മയാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ ഇവർ പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് എനിക്ക് വളരാനായിട്ട് മാതാവ് വളരെയേറെ എന്നെ സഹായിച്ചു. അതിനായിട്ട് ഒരുക്കിയത് ഒരു വേളാങ്കണ്ണി യാത്രയായിരുന്നു, ഒരു തീർത്ഥാടനം. ഞങ്ങൾ കുറേ പേര് വേളാങ്കണ്ണിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു യാത്രയാണെന്ന്. എന്നാൽ അതിലൂടെ മാതാവ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ ആത്മീയപരമായി വളരുവാനായിട്ട് ഞങ്ങളേറെ സഹായിക്കുകയും ചെയ്തു. ആ യാത്ര അത് വെറും ഒരു യാത്രയല്ലായിരുന്നു. ബസ്സിൽ കയറുമ്പോൾ തുടങ്ങി വചനപ്രഘോഷണവും സ്തുതിപ്പും അതുപോലെ അനുഭവ സാക്ഷ്യങ്ങളും മാതാവ് പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളും വ്യക്തികളെയുമൊക്കെ പരിചയപ്പെട്ടും ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തുമ്പോൾ അന്ന് വൈകിട്ട് തന്നെ ഞങ്ങളൊരു കുരിശിൻ്റെ വഴി എത്തിക്കും. ആ കുരിശിൻ്റെ വഴിയിലൂടെ ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം തന്നുകൊണ്ടും ദൈവകൽപ്പനകൾ അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ഓർക്കുവാനും അതെല്ലാം ഏറ്റുപറഞ്ഞ് മനസ്തപിക്കുവാനും ഒക്കെയുള്ള വലിയ അവസരവും ആ യാത്രയിൽ ഒരുക്കിയിരുന്നു. കർത്താവ് ആഗ്രഹിച്ചതുപോലെ തന്നെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള വലിയ വചനം എന്നിൽ ആഴത്തിൽ പതിക്കുകയും തീർച്ചയായിട്ടും ഈ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ അമ്മേ മാതാവേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അമ്മേ മാതാവേ ഈശോയുടെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് എന്നെ അവിടുന്ന് ഒരു ഉപകരണമാക്കണമേ എന്ന് ഞാൻ ആ വേളാങ്കണ്ണിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അതിലൂടെ എനിക്കമ്മ ഒരുപാട് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു തരികയും ഒരുക്കുകയും ചെയ്തു. പ്രത്യേകമായിട്ട് പാപങ്ങൾ ഓർക്കുവാനും പഴയ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനും പാപം ചെയ്യാതിരിക്കുവാനുള്ള വലിയ കൃപയും എല്ലാം എനിക്കതിലൂടെ ലഭിക്കുവാനും നല്ലൊരു കുമ്പസാരവും അതുപോലെ തന്നെ അമ്മേ മാതാവേ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ എനിക്ക് വേണ്ടി അമ്മ പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ വിശുദ്ധിയിൽ വളരുവാനായിട്ട്, അതുപോലെ പരിശുദ്ധ കുർബാന വിശുദ്ധിയോടെ സ്വീകരിക്കുവാനായിട്ട് അതിൻ്റെ ആഴവും അർത്ഥവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് എന്നെ അവിടുന്ന് പഠിപ്പിക്കണമേ എന്ന്. അതുപോലെ തന്നെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അനേകർക്ക് പകർന്നു കൊടുക്കുവാനും അമ്മേ മാതാവ് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരു ചെറിയ കാര്യമെങ്കിലും ഞാൻ ചെയ്യണമല്ലോ. അമ്മേ മാതാവ് ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കുറച്ച് പ്രാർത്ഥനകളിലൂടെ ഒരു ദിവസം ഒരു നന്മ നിറഞ്ഞ മറിയമാണ് ചെല്ലുന്നതെങ്കിൽ അമ്മ വീണ്ടും എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, വചനം പഠിപ്പിച്ചു. അതുവഴി ഞാൻ ജപമാല ചൊല്ലി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എൻ്റെ ആത്മീയ ജീവിതം കൂടുതൽ ഉയർത്തുവാനുമായിട്ട് അമ്മ എന്നെ സഹായിച്ചു. നിരവധി അപകടങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മ രക്ഷിച്ച അനുഭവങ്ങൾ ഇവർക്കുണ്ട്. മരണകാരണമാവുന്ന ആ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ചത് പരിശുദ്ധ അമ്മയുടെ സ്നേഹമാണെന്ന് വത്സമ്മ ചേച്ചി ഏറ്റുപറയുന്നു. എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ഇടപെട്ട വലിയൊരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ രാവിലെ വലിയ ഒരു അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ സ്കൂളിലേക്ക് യാത്രയാകുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ അമ്മ പറഞ്ഞു, ഇന്ന് വളരെയധികം നീ സൂക്ഷിക്കണം. പക്ഷേ ഞാനത് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു ഇറങ്ങി. ഞാൻ സ്കൂളിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയത്തില്ല, ഒരു ഓട്ടോറിക്ഷ വളരെ സ്പീഡിൽ വരികയും എൻ്റെ മുമ്പിൽ സഡൻ ബ്രേക്ക് ഇട്ട് അത് നിർത്തുകയും ചെയ്തു. അപ്പോൾ ആ നിർത്തിയ സമയത്ത് തന്നെ അതിൻ്റെ ഫ്രണ്ട് വീൽ ഉൾപ്പെടെ അത് പൊങ്ങി. ഏതായാലും ഓട്ടോറിക്ഷ മറിഞ്ഞില്ല. എനിക്ക് അത് വലിയൊരു അത്ഭുതമായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു ആ സമയത്ത് ഞാനും അങ്ങോട്ട് സൈഡ് രണ്ടും നോക്കാതെയാണ് ഞാൻ റോഡ് ക്രോസ് ചെയ്തത്.
ആ സമയത്ത് വലിയൊരു അപകടത്തിൽ നിന്ന് അമ്മ എന്നെ രക്ഷിച്ചു. അന്ന് ഞാൻ വൈകിട്ട് തന്നെ കുർബാനയ്ക്ക് ഞാൻ സംബന്ധിക്കുമ്പോൾ എനിക്ക് ആ അപകടത്തെപ്പറ്റി അപ്പോൾ അത്രമാത്രം ഒരു ബോധ്യമില്ലായിരുന്നു. എങ്കിലും ഞാൻ കുർബാനയുടെ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ആ കുർബാന സമയങ്ങൾ മുഴുവനും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എന്നെ എത്രമാത്രം സ്നേഹിച്ചു അമ്മ, എന്നെ എത്രമാത്രം വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു, അതിനായിട്ട് നന്ദിയായിട്ട് ഞാൻ ഈ ബലി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ദേവാലയത്തിൽ നിന്നും പുറത്തു വന്നത്. അതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവമായിരുന്നു. വീണ്ടും വീണ്ടും ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ അന്നേ മരണപ്പെട്ടു പോകേണ്ടതായിരുന്നു, പിന്നെ ഒരിക്കലും ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കത്തില്ലായിരിക്കുന്നു എന്ന് എനിക്കൊരു വലിയ ബോധ്യവും അതോടുകൂടി തന്നു. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ മറ്റൊരു സംഭവം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നടന്നൊരു വലിയ കാര്യം ഞാൻ ഓർക്കുകയാണ്. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരങ്ങളിൽ അവൻ സൈക്കിളിൽ സ്കൂളിൽ നിന്ന് ഈ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു സൈക്കിള് ഒരു കല്ലിന്മേൽ തട്ടി മറിഞ്ഞ് അവൻ്റെ മൂക്കിൻ്റെ പാലമൊടിഞ്ഞ് വലിയൊരു കിഴുത്ത വലിയൊരു തുള ആ മൂക്കിൻ്റെ പാലത്തേലുണ്ടാവുകയും ബ്ലഡ് നിൽക്കാതെ വരികയും ചെയ്തു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി ഇവനെ ആശുപത്രിയിലാക്കുകയും അപ്പോൾ എന്നെ സ്കൂളിലേക്ക് വിളിച്ച് പറഞ്ഞു, മകൻ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്, നേരെ ആശുപത്രിയിലേക്ക് വരുവാനായിട്ട്. ഞാനിവിടെ വന്ന് വീട്ടിൽ കയറി എൻ്റെ ബാഗും കുടയും എല്ലാം ഞാൻ താഴെ വെച്ചിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഇത് അമ്മയെയും പുത്രനെയും അകറ്റാനുള്ള സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. എന്നാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറുകയില്ല. ഈ നിമിഷം എൻ്റെ മകൻ്റെ ജീവൻ എടുത്താലും ഞാൻ അതിൽ ഖേദിക്കുകയില്ല. തന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകരുതെന്നാണല്ലോ അമ്മയും ഈശോയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അമ്മേ മാതാവേ, ഈ നിമിഷം അവനെ എന്നിൽ നിന്നും എടുക്കുകയാണെങ്കിൽ അവൻ ഈശോയുടെ കൂടെ സ്വർഗരാജ്യത്തിലുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യം എനിക്ക് തരണം. എനിക്കെടുത്താൽ ഒരു വിഷമവുമില്ല, പക്ഷേ അവന് അവിടുത്തെ രാജ്യത്തിലുണ്ട് എന്ന് എന്നെ ബോധ്യമാക്കി തരണമേ എന്ന് അത്രമാത്രം ശക്തിയോടെ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ എനിക്കത് വളരെ നിസ്സാരമാക്കി. ഡോക്ടർമാരൊക്കെ പറഞ്ഞു വലിയ ഓപ്പറേഷൻ വേണം, വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല, എക്സ്റേയിലൊന്നും ഇത് വെളിവായി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും 5ാമത്തെ എക്സ്റേയിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് തെളിയുകയും വളരെ അധികം അത് ഒരു കുഴപ്പമില്ലാതെ അത് പൂർണ്ണമാക്കി തരികയും ചെയ്തു. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ,